നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട നാളുകളായുള്ള കാത്തിരിപ്പിന് ശേഷം പ്രവാസികൾക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന വാർത്തയുമായി കഴിഞ്ഞ ദിവസം കേരള സർക്കാർ എത്തിയിരുന്നു. 7 ദിവസത്തിൽ താഴെ ഹ്രസ്വകാലത്തേക്ക് സംസ്ഥാനത്തേക്ക് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ അവർ കേന്ദ്ര സർക്കാരിന്റെ പരിശോധനാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. ഇപ്പോഴിതാ വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള കോവിഡ് പ്രോട്ടോകോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് ഇപ്രകാരമാണ്. ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് തന്നെ എയർ സുവിധ പോർട്ടലിൽ യാത്രക്കാരുടെ കഴിഞ്ഞ 2 ആഴ്ചത്തെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കണം. ഒപ്പം 72 മണിക്കൂറിനകം എടുത്ത RT-PCR പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം. ഈ വിവരങ്ങളെല്ലാം നൽകിയവർക്ക് മാത്രമേ യാത്രാനുമതി നൽകുകയുള്ളൂ. എല്ലാവരും മൊബൈലിൽ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ബോർഡിംഗ് സമയത്ത് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ മാത്രം ശരീരോഷ്മാവ് പരിശോധിച്ച ശേഷം വിമാനത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. യാത്രയ്ക്കിടെ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഐസൊലേറ്റ് ചെയ്യുന്നതായിരിക്കും. യാത്ര അവസാനിക്കുമ്പോഴും തെർമൽ സ്ക്രീനിംഗ് ഉണ്ടാകുന്നതാണ്. രോഗലക്ഷണങ്ങളുള്ളവരെ ഉടൻ ഐസൊലേറ്റ് ചെയ്ത് വൈദ്യസഹായം ലഭ്യമാക്കുകയും ചെയ്യും. കോവിഡ് വ്യാപനം രൂക്ഷമായ ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഇറങ്ങുന്ന വിമാനത്താവളത്തിൽ സ്വന്തം ചിലവിൽ കോവിഡ് പരിശോധന നടത്തേണ്ടതാണ്. ഫലം വരുന്നതുവരെ വിമാനത്താവളത്തിൽ തന്നെ കാത്തിരിക്കുകയും ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. നെഗറ്റീവ് ആയാൽ പുറത്തേക്ക് പോകാൻ അനുമതി ലഭിക്കും. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിമാനങ്ങളിലെ 2% യാത്രക്കാരെ മാത്രം പരിശോധിക്കുന്നതായിരിക്കും. ഇവരെ തെരഞ്ഞെടുക്കുക വിമാന കമ്പനിയുമാകും. മറ്റുള്ളവർക്ക് പരിശോധന കൂടാതെ എയർപോർട്ട് വിടാനും സാധിക്കും. വന്നിറങ്ങുമ്പോൾ പരിശോധനാ ഫലം നെഗറ്റീവായവരും പരിശോധന ആവശ്യമില്ലാത്തവരും 7 ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. 8-ാം ദിവസം RT-PCR പരിശോധന നടത്തി ഫലം എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാമെങ്കിലും ഒരാഴ്ച കൂടി സ്വയം നിരീക്ഷണത്തിൽ തുടരണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. 8-ാം ദിവസത്തെ പരിശോധനയിൽ പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിൾ ജീനോമാറ്റിക് പരിശോധനയ്ക്ക് അയക്കുന്നതായിരിക്കും. ഇവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യും. ഇവരുമായി സമ്പർക്കത്തിലായവരും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാർ ആ രാജ്യങ്ങളുടെ കോവിഡ് പ്രോട്ടോകോൾ ആണ് പാലിക്കേണ്ടത്. ഇത് വ്യത്യസ്തമായിരിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. അതാത് രാജ്യങ്ങൾ കൽപ്പിക്കുന്ന പ്രോട്ടോകോളുകൾ പാലിച്ചു മാത്രമേ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന യാത്രക്കാർ ഇത്തരം നിബന്ധനകൾ കർശനമായും പാലിക്കണമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.